ഇഷ്ടമാണ്, പ്രപ്പോസ് ആക്കി അക്സെപ്റ്റ് ആയില്ല. രഞ്ജിത്ത്, വളരെ നല്ല കാര്യം. വേറെ വരും. ഒരു കടയിൽ കയറി ഒരു സാധനം മേടിക്കുന്നു, നമ്മൾ ഒരു സാധനം തപ്പി ഒരു കടയിൽ പോകുന്നു, അവിടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ കടയിൽ പോയി സാധനം മേടിക്കും. അത്രേ ഉള്ളൂ രഞ്ജിത്തെ, ഒരെണ്ണം വരും. അണ്ണ അപ്പോഴേ പറഞ്ഞല്ലേ ബസ് എടുക്കാൻ. ആനന്ദേ, എടാ നിന്റെ ഈ തുണി പൊക്കലും നിന്റെ ഈ സൂപ്പർ ചാറ്റും എനിക്ക് വേണ്ട. നിന്നെ എനിക്കിപ്പോൾ കാണുന്നതേ ചെകുത്തുകട. സത്യം പറയാലോ, കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ? ഡോക്ടർ ഹാഷിം, സുന്നത്ത് ഹോസ്പിറ്റൽ. ഞാൻ ഒരു വട്ടം ഞാൻ സാധനം വെട്ടി കളഞ്ഞാണ് ബ്രോ, സീരിയസ് ആയിട്ട്. ഞാൻ ലൈവിലൊരു ചലഞ്ചിൽ തോറ്റ് ഇതായിട്ട് ഇനിയിപ്പം സുന്നത്ത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വേണ്ട. കൊളാബ് നന്ദിയുണ്ട്, 40 രൂപയ്ക്ക് നന്ദി. അണ്ണ ഞാൻ മൂവണായി. ശരത്, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിന്ന് മൂവണായി? എന്തിന്ന് നീ മൂവണായേ? പിന്നില്ലേ ഒരു ബടൻ, പിന്നില്ലേ എന്നെ ഒരു മോഡാക്കാൻ പറ്റുമോ? സഹലെ, ബി ആക്റ്റീവ് ഇൻ ചാറ്റ്. നമുക്ക് സെറ്റാക്കാം. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞ ഫ്രാൻസിസ് ബ്രോ, താങ്ക് യു സോ മച്ച് 1000 rupees. അണ്ണാ ഇനി ഒരു ബസ് കൂടെ, ബ്രാൻഡ് നെയിം ഒക്കെ. സമീഹേ, വേണ്ട. റെഗുലർ അപ്ഡേറ്റ്. റെഗുലറിന്റെ അപ്ഡേറ്റ് ഇന്ന് രാത്രി 12 മണിക്ക് വരത്തുള്ളൂ ബ്രോ. അവർ സോഫ്റ്റ്വെയർ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേക്കിന് പുതിയ ഇത് വരും, പ്ലേ സ്റ്റോറിലുണ്ടാവും. അപ്ഡേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെ ഉണ്ടായിരുന്ന കോമഡി കാർത്തിക് ബ്രോ? അവൻ എവിടെ പോയി? അവൻ ചെന്നൈയിൽ എന്തോ ആണ്. അവൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. അണ്ണാ ഞാൻ വൺ ഡേ പൈസ 10 rupees ചോദിച്ചു, നൈറ്റ് ഓർക്കുന്നോ? ഓർക്കുന്നു അപ്പി ബ്രോ. ഞാൻ അന്നേരം 1000 രൂപ വെച്ച് തന്നായിരുന്നു. അതൊന്നും ഇവിടെ പറയണ്ട. അത് വേണ്ട. എന്നാ ഒരു ഷിപ്പ് എടുക്കുക, എല്ലാം എടുക്കാം. എനിക്ക് ഓൾറെഡി ഷിപ്പ് ഉണ്ടറാ, ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ ഉണ്ടായിരുന്നു. അണ്ണാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പൊട്ടിത്തെറിച്ചു. ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പൊട്ടിത്തെറിച്ചോ? നിന്റെ കയ്യിലിരിപ്പിനേടാ, നിന്റെ തല പൊട്ടിത്തെറിക്കാത്തത് തന്നെ വലിയ ഭാഗ്യമാണ് ആനന്ദേ. നിന്റെ കൈ കിട്ടുന്ന നിന്റെ സ്വഭാവത്തിന് അത് പൊട്ടിത്തെറിച്ചത് തന്നെ എനിക്ക് അതിശയമൊന്നുമില്ല. അരവണ പൊട്ടിത്തെറിച്ചല്ലേ, നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകത്തിലാണ് എനിക്ക് അതിശയം. മനസ്സിലായോ? അണ്ണ ഓയോ ബിസിനസ് തുടങ്ങുക, ഇനാഗ്രേഷൻ ചെയ്യോ, തുണി പൊക്കുക. ഒരാൾ എന്താന്ന് വെച്ചാൽ അണ്ണൻ്റെ ഇഷ്ടം പോലെയാണ്. എടാ ഓയോ ഒക്കെ പൂട്ടി. ഓയോ ഒന്നും ഇപ്പം ആർക്കും വേണ്ട. പിള്ളേർ സെറ്റൊന്നും കയറത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓയോ ഒന്നും വേണ്ട. മനസ്സിലായോ? അതൊക്കെ പൊട്ടിപ്പോവും. എടാ ഒരു സ്പേസ് ഷിപ്പ് നോക്കിയാലോ? ഞാൻ ഓൾറെഡി ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വയ്യേ. അച്ഛനാ ബസ് സെയിലാക്കുന്നുണ്ട്, വേണോ? എടാ ബ്രോ, ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, നിങ്ങൾ ഈ ബസ്സിന്റെ കാര്യം വിടണേ. എൻ്റെ ഇൻബോക്സിൽ മൊത്തം ഇപ്പം തമിഴ്നാട്ടിലും ഇന്ത്യയുടെ ഏത് മുക്കിൽ ബസ് കൊടുക്കണ്ടെങ്കിലും ഇപ്പൊ അതാണ് എൻ്റെ ഇൻബോക്സിൽ. ദയവേത് ഇനി അത് പറയരുത് ഇനി ബസ്സിന്റെ കാര്യം. ഇത് വിനീതിന് ഇത് തന്നെ. അവ 5-6 വണ്ടിയും കൊണ്ടൊക്കെയാണ് വരുന്നത്. ദയവേത് ഇത് പറയല്ലേ ബ്രോ. സത്യമായിട്ട് ഞാൻ പറയാണ്, കേരളത്തിൽ എവിടെ ബസ് കൊടുക്കാണ്ടെങ്കിലും ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് ബസ് മേടിക്കാൻ നടക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ബസ് മുതലാളിമാരൊക്കെയാണ് മെസ്സേജ് അയക്കണത് എനിക്കിപ്പം. ദയവേത് പറയല്ലേ ബസ്സിന്റെ കാര്യം ഇനി. സെയിം ഡേ കല്യാണം കഴിച്ച പയ്യനാണേന്ന്. ഓ ജിത്തു ജോയൻ, ഞാൻ ഓർത്ത് ആ ദിവസം ഞാൻ മാത്രമേ പെട്ടുള്ളൂ. നമ്മുടെ ഒരു ദിവസമായിരുന്നല്ലേ കല്യാണം. ജിത്തു ബ്രോ സന്തോഷത്തോടെ ഇരിക്കുക. കണ്ടാൽ കൊറിയർ ഉണ്ടോ? ഷൈജു പി വർഗീസ്, കൊറിയർ ഉണ്ട് ബ്രോ. എൻ്റെ വീടിൻ്റെ അടുത്ത് DTDC കൊറിയർ ഉണ്ട്. പിന്നെ ഏതൊക്കെ കൊറിയർ ആയിരുന്നുള്ള, പിന്നെ ഏതൊക്കെയോ കൊറിയർ ഉണ്ട് സത്യമായിട്ടും. അണ്ണാ എൻ്റെ സൂയിസൈഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോസ്ബി, എടാ സൂയിസൈഡ് ചെയ്താൽ നീ ഒരു മൊണ്ണയാണെന്ന് ഞാൻ പറയും. നീ ഒരു മണ്ടൻ, ജീവിക്കാൻ പേടിയുള്ളൊരു മണ്ടനാണെന്ന് ഞാൻ പറയും. മനസ്സിലായോ? അതാണ് നിന്റെ പറ്റിയുള്ള അഭിപ്രായം. അണ്ണാ ബസ് വേണ്ട, പാണ്ടിലോറി മതി. എല്ലാത്തിനും ശരത്തെ പറ്റി താങ്ക് യു സോ മച്ച് 20. നമ്മളെ ഒരുമിച്ച് പഠിച്ച പയ്യനാണ്. അണ്ണാ എന്നെ ഒന്ന് പൊക്കി പറ, ക്രഷിനെ കാണിക്കാനാ. ശങ്കർ വിനോദ്, ഇവനെ പോലത്തെ ഒരു മൂഞ്ചൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. നിനക്ക് ജീവിതത്തിൽ നല്ല സന്തോഷവും സുഖമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പയ്യന്മാർ പ്രപ്പോസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ശങ്കർ വിനോദ് ഇല്ലേ, ഇവൻ്റെ പേരിൻ്റെ ശങ്കറിൻ്റെ ഷാ കണ്ട് കേട്ടാൽ തന്നെ ഓടിക്കണം. ഞാൻ ഇപ്പോഴേ പറയാം, കാശ് കൊടുത്ത് ഒരാളുടെ അടുത്ത് പൊക്കി പറയാന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി ഇവ എന്ത് രച്ചിയായിരിക്കുമെന്ന്. ഒരിക്കലും പാടില്ല. കെട്ടുക ചെയ്യരുത് ഇവിടെ. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയല്ല. അഭിജിത്ത് താങ്ക് യു സോ മച്ച് 40. ആനന്ദ്, അണ്ണാ മീൻ കൃഷി കൂടെ ആയാലോ? ഇനി മീൻ കൂടെ പണ്ണണ കാണണം. ബാക്കി ഇതിൽ കണ്ണാപ്പി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എന്നെ അണ്ണാ മരപ്പെട്ടി കൊളയട്ട മുതൽ എല്ലാം പണി. എന്നെ ഇനി മീനും കൂടെ പണ്ണാൻ നീ കാണണം. ഇനി അതോടെ ഉള്ള എനിക്കിനി ഓയോ തുടങ്ങിയ ഫസ്റ്റ് തുണി ഞാൻ പൊക്കും. ആനന്ദ്, എടാ നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ആനന്ദേ. നിനക്ക് നീ എല്ലാ ദിവസവും ഒരു 150 രൂപയായിട്ട് വരും. എന്നിട്ട് 40 രൂപ വെച്ച് 4 വട്ടമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് ഒന്നീ തുണി വെക്കുന്ന കാര്യം, അത് മാത്രമേ നിന്റെ വായിൽ നിന്ന് വരുന്നുള്ളൂ. അണ്ണാ ഞാൻ ഒരാളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അവൾ എന്നെ പറ്റിച്ചിട്ട് പോയി. ഇപ്പം മൈൻഡ് ഫുൾ ശോകമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു മിനിറ്റ്. അതിനൊക്കെ ഷോ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഷോ ഓടിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതിനൊന്നും ഷോ ഓടിക്കരുത്. പോട്ടെ, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. oops it's me bro, thank you so much for the 40 rupees. അണ്ണാ എന്നെ TV കയറ്റുമോ? മോനെ സ്ലോട്ടില്ല, നിനക്കറിയാമല്ലോ. സിറ്റി മാറി കളിക്കണേ. ഇപ്പം പുതിയ സിറ്റിയിൽ അതിനേക്കാൾ സ്ലോട്ടില്ല. മനസ്സിലായ? നീ എന്തിനു പറയണേ?
അണ്ണ എൻ്റെ ഫ്രണ്ടിന് ബോർഡ് എക്സാം ആണ്, ആൾക്ക് നല്ല പേടിയുണ്ട്, ഇപ്പോൾ ഒരു മോട്ടിവേഷൻ കൊടുക്കണ്ണ. ഗീവർ ബ്രോ, ഞാനും ബോർഡ് എക്സാം എഴുതിയത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ കിട്ടാനില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ എക്സാമും ബോർഡ് എക്സാം എന്ന് പറഞ്ഞ് 2 എക്സാം ഉണ്ടായിരുന്നു. സ്കൂൾ എക്സാം എന്ന് എഴുതിയാൽ വേറെ വെളിയിലത്തെ ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ബോർഡ് എക്സാം തന്നെ എഴുതാമെന്ന് പറഞ്ഞ് ബോർഡ് എക്സാം എഴുതാൻ പോയി. അതാണെങ്കിൽ വേറൊരു സ്കൂളിൽ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ബോർഡ് എക്സാം പാസ്സായപ്പം എൻ്റെ സ്കൂൾ എക്സാം എഴുതി അവൻ്റെ പേരെഴുതി അവൻ സ്പെല്ലിങ് തെറ്റിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ നോക്കിയ സ്കൂളിൽ സയൻസ് കിട്ടി. എനിക്കോ, ഞാൻ കൊമേഴ്സും പഠിച്ച് ക്ലാസ്സും കട്ട് ചെയ്ത് ഇതായിട്ട് നേരെ നടന്നു. മനസ്സിലായോ? അവനിപ്പം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്, ഞാനിവിടെ ഊഞ്ചി തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പേടിയില്ലാതെ പരീക്ഷ പോയി എഴുതിയാൽ ഈസി ആയിട്ട് പാസ്സാവും. അത്രേ ഉള്ളൂ, അതാണ് പറയാനുള്ളത്. മനസ്സിലായോ? ഇതെന്താ പോണേ അണ്ണാ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മിൻഷാദ് ബ്രോ. അമേക് എം ബി ബ്രോ, താങ്ക് യു സോ മച്ച്. അണ്ണാ എന്നെ കുറിച്ച് 2 വാക്ക് പറയുമോ? അതിൽ താങ്ക് യു 2 വാക്കായില്ലേ? ഓക്കെ. അണ്ണാ, ഞങ്ങളുടെ കൂടെ നടന്ന ഒരുത്തൻ ആദിത്യൻ ഞങ്ങളുടെ കൂടെ നടന്ന് ഒമ്പിച്ചു. അവന് മനസ്സിലായി നിന്റെ കൂടെ നടന്ന ജീവിതം പോയി എന്ന് അവന് കാര്യം മനസ്സിലായി. ആ കറക്റ്റ് സമയത്ത് വലിഞ്ഞു. മനസ്സിലായ? അത് നിന്നെ ഊമ്പിച്ചെന്നല്ല, അവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവന് കാര്യം മനസ്സിലായി. അത് എന്ത് ചെയ്യാ സൂപ്പർ ചാറ്റ്, അതിന് താഴോട്ട് ഇത്ര സൂപ്പർ ചാറ്റ് വന്നു. ജസ്റ്റ് ആരോണേ, അതാണ് സത്യം. മനസ്സിലായ? ആരെ മറന്നാലും എന്നെ മറക്കല്ലേ എന്ന് എനിക്കറിയാം. ജിത്ത് ജോയിൻ ബ്രോ, കയറാൻ പോ സ്വാം ചെയ്യല്ലേ. 10 റുപ്പീസ് കേട്ടതാ ഞാൻ കഴിഞ്ഞ ഫുഡിന്റെ കേട്ടത്. മനസ്സിലായില്ല അണ്ണാ. ടിവിയുടെ ഗാങ് ഡ്രസ് പോലത്തെ ഇറക്ക്, അതൊക്കെ ഇറക്കും ബ്രോ, അതൊക്കെ ഉറപ്പായിട്ട് ഇറക്കും. അബി ബ്രോ, താങ്ക് യു സോ മച്ച്. അത് 40 റുപ്പീസ്. ഗണപതിയുടെ എലി. അണ്ണാ, ടീഷർട്ട് എടുക്കാൻ എന്നുണ്ട്, ബട്ട് ക്യാഷ് ഡൈറ്റ് ആണ്. ക്രേസി വേൾഡ് ബ്രോ. ഇറങ്ങാൻ എന്തായാലും ടീഷർട്ട് കമ്പനി എല്ലാം ഇന്റീരിയർ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ഒരു മാസമോ, അപ്പോഴത്തേക്കിനും നമുക്ക് സെറ്റ് ആക്കാം. അണ്ണാ, GTA 5 ഗിഫ്റ്റ് തരുമോ പ്ലീസ്? എടാ, അത് ഗിഫ്റ്റ് ചെയ്ത് നിനക്ക് ഞാൻ എങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തരുന്നേ? നിനക്ക് ഞാൻ എങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് തരും? അണ്ണാ, അച്ചാർ കൂടെ. എടാ, അച്ചാറൊക്കെ ചെയ്യണമെങ്കിൽ FSSAIയുടെ സർട്ടിഫിക്കറ്റും അതും ഇതൊക്കെ വേണോടാ. അതൊക്കെ കുറേ പരിപാടിയുണ്ട്. അണ്ണാ, പാർട്ട്ണറിനെ ആവശ്യമുണ്ടോ? 10 കൊല്ലമായിട്ട് കാണുന്ന എക്സ്പീരിയൻസിൽ 10 കൊല്ലമായിട്ട് കാണുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ റൈഡും പഠിച്ച ഒരു സൈജ് ബ്രോ. ഞാൻ പാർട്ട്ണർഷിപ്പ് ചെയ്യാറില്ല ബ്രോ, ഞാൻ പാർട്ട്ണർഷിപ്പ് ചെയ്യാറില്ല. ശോകമാണത്. അണ്ണാ, ഹെൽത്ത് ഓക്കെ അല്ലേ? ഹെൽത്ത് ഓക്കെയാണ് ബ്രോ. ഹെൽത്ത് ആനന്ദ്, താങ്ക് യു സോ മച്ച്. അണ്ണാ, ഞാൻ നന്നാവും തീരുമാനിച്ചു. ഇനി തുണി കയ്യെന്ന് പറയത്തില്ല. പറഞ്ഞ അണ്ണൻ്റെ സാമാനം മുറിഞ്ഞു പോട്ടെന്നോ? എടാ ആനന്ദ്, നിന്നെ എൻ്റെ ചാറ്റ് കാണല്ലേ? അണ്ണാ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. എടാ, നമ്മൾ ലേറ്റ് ആവുന്നു. കൊണ ഇന്ത്യ പോണേ. കൊണ ഇന്ത്യ പോണേ.